എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈശ്വര ഞാനിതൊക്കെ അനുഭവിക്കുന്നത്? എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണ്. ഹലോ ഡി. ആ, ഞാനങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണോ ഡോക്ടറിനെ കാണേണ്ടത്? ശരി ശരി, നീ പറഞ്ഞതുപോലെ ചെയ്യാം. ശരിയടി. ആഹാ, ശ്രീകുമാറോ? എപ്പോൾ വന്നു? ഓ ഞാനിന്നലെ എത്തി. ആ കർത്താവേ, എന്തൊരു ചൂടായത്! ചൂടോ? ഇവിടൊക്കെ എന്തോ ചൂട്. ചൂടൊക്കെ അങ്ങ് സൗദിയിലാണ്. അവിടുത്തെ ചൂടും മണൽക്കാറ്റും ഒക്കെ എന്താ? അപ്പോൾ അവിടെ ആടുജീവിതം അല്ലേ? അല്ല, ഗോട്ട് ലൈഫ്. എത്രയാ ചേട്ടാ? 50 രൂപ. ശരി. ചേട്ടാ, ആ ഡോക്ടർ ഷീജ ഫിലിപ്പിന്റെ വീട്. ആ കൗൺസിലർ ഡോക്ടർ ഇവിടാണോ? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. ഒരു നാരങ്ങളും എടുക്കട്ടെ മോളെ. മോളെ ഇച്ചിരി ഉപ്പിടട്ടെ. എരിവ് വിട്ടോ? കണ്ടിട്ട് ഇച്ചിരി എരിവും പുളികളാണെന്ന് തോന്നുന്നത്. സാൾട്ട് ആൻഡ് പെപ്പർ. എത്രയാ ചേട്ടാ? 20. ഇന്നാ മോളെ, ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. എന്താന്നാടാ, നീ ഒന്ന് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ചുമ്മാ. കയറി വരൂ, ഇരിക്കൂ. എന്താണ് പേര്? അശ്വതി. പറയൂ അശ്വതി, എന്താണ് പ്രശ്നം? ഡോക്ടറെ, എൻ്റെ ജീവിതം തീർന്നു. സത്യത്തിൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ആരുമില്ലാത്തവളായി. എൻ്റെ മുഴുവൻ സന്തോഷവും പോയി. അശ്വതി വിവാഹിതയാണോ? അതെ. കുട്ടികൾ? ഒരു മോൻ. പറയൂ അശ്വതി, തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ഡോക്ടറെ, എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു. നോക്കൂ അശ്വതി, കരയാതിരിക്കെ. ഹസ്ബൻഡ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? അക്കൗണ്ടൻ്റ് ആണ്, ടൗണിലൊരു തുണിക്കടയിൽ. എന്താണ് അയാളുടെ പേര്? അജിത്ത്. മദ്യപാനിയാണോ അയാൾ? മദ്യപാനിയൊന്നുമല്ല, വല്ലപ്പോഴും കഴിക്കും. അജിത്തിന് പരസ്ത്രീ ബന്ധമുണ്ടോ? ഡോക്ടർ, ഒരു പെണ്ണിതൊക്കെ എങ്ങനെ സഹിക്കും? അജിത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ? അയാൾ എൻ്റെ ഭർത്താവല്ലേ?
അയാൾ എൻ്റെ ജീവിതകാലം വരെ എൻ്റെ അല്ലേ. എന്നിട്ട് അയാള് അശ്വതി, അജിത്ത് എത്ര നാളായി ഈ പരസ്ത്രീ ബന്ധം തുടങ്ങിയിട്ട്? അധിക നാളായിട്ടില്ല, ഏകദേശം 1 മാസമായി കാണും. ഓ, അധിക നാളായിട്ടില്ലല്ലേ? ആരാണ് ഈ കക്ഷി? എന്താ? ഐ മീൻ, ആരാണ് അജിത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കാമുകി? അശ്വതി, അശ്വതി, കരയാതിരിക്കെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ. ഏതാണ് പെൺകുട്ടി? പറയൂ. ഹലോ. ആ, ഞാനിന്ന് ഹോസ്പിറ്റലിലല്ല, വീട്ടിലാണ്. അശ്വതി, അശ്വതി, കരയാതെ. എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ. ഏതാണ് പെൺകുട്ടി? പറ. അശ്വതി, അശ്വതി, ഒന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ. ഡോക്ടർ, എൻ്റെ ഭർത്താവിൻ്റെ കാമുകി മറ്റാരുമല്ല, എൻ്റെ അനിയത്തി തന്നെയാ, എൻ്റെ സ്വന്തം അനിയത്തി. എൻ്റെ സർവ്വതും എൻ്റെ ഭർത്താവായിരുന്നു, എൻ്റെ ജീവനായിരുന്നു. അയാൾക്ക് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും അയാൾ എന്നോട് ഇങ്ങനെ, എനിക്കിനി ജീവിക്കണ്ട. അശ്വതി, തൻ്റെ ഭർത്താവിന് ഇപ്പോൾ തന്നെ വേണ്ട. അയാൾ മറ്റൊരുത്തിയുടെ പിന്നാലെ പോകുന്നു. അതിന് അശ്വതി മരിച്ചാൽ അയാൾ നേരെയാകൂ? അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി അശ്വതി മരിക്കുന്നതാണോ? ഡോക്ടറെ, അല്ലാതെ ഞാനിനി എന്ത് ചെയ്യും? ഞാനിനി ആർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്? അശ്വതി, അശ്വതിക്ക് വേണ്ടി തന്നെ ജീവിക്കണം. അപ്പോൾ അശ്വതി ജീവിച്ചതും ജീവിക്കുന്നതും തൻ്റെ ഭർത്താവിന് വേണ്ടിയാണല്ലേ? അതെ ഡോക്ടർ, അങ്ങനെയല്ലേ വേണ്ടത്? അതല്ലേ നമ്മുടെ സംസ്കാരം. അശ്വതി, താൻ സതി എന്നൊരു ദുരാചാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ട് അതും നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു. ഭർത്താവിൻ്റെ മാത്രം സന്തോഷത്തിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം, നമ്മളുടെയും കൂടി സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മൾ വിവാഹിതരാകുന്നത് ഭർത്താവിൻ്റെ അടിമയാകാനല്ല, ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ്. ഒരുമിച്ച്. അശ്വതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 5 വർഷം. അപ്പോൾ വിവാഹിതയാകുന്നതിന് മുമ്പ് അശ്വതി ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്? അന്ന് അശ്വതിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. നോക്കൂ അശ്വതി, ദൈവം നമുക്ക് തന്ന ജീവിതം ഒരു ദുർനടപ്പുകാരന് വേണ്ടി അവസാനിപ്പിക്കാനാണോ അശ്വതി ശ്രമിക്കുന്നത്? എന്തൊരു മണ്ടത്തരമാണ് അശ്വതി ചിന്തിച്ചത്. അശ്വതിയുടെ സന്തോഷം നോക്കണം. താൻ സന്തോഷത്തോടു കൂടി ഇരുന്നാലേ തനിക്ക് തൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്താൻ സാധിക്കൂ. ശരി ഡോക്ടർ. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകണം. നമ്മുടെ ജീവിതം വല്ലവന്മാർക്കും വേണ്ടി പന്തടിച്ച് കളയാനുള്ളതല്ല. ഹലോ സാർ. ഹലോ, എത്താമല്ലോ സാർ. എപ്പോഴാണ് മീറ്റിംഗ്? ശരി, ഞാനെത്താം. അശ്വതി, സമാധാനമായോ? ശരി ഡോക്ടർ, ഞാൻ വരാം. സന്തോഷമായിട്ട് പോയിട്ട് പാടോ. അടുത്ത ദിവസം വരണേ. എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്.
അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ചേട്ടോ മറ്റേ കക്ഷി വരുന്നുണ്ട്. ആര്? ചേച്ചി നാരങ്ങ വെള്ളമൊന്നും വേണ്ടായോ? ആഹാ, അശ്വതിയോ? കയറി വാ. ആ, എന്തുകൊണ്ട് അശ്വതി വിശേഷം? ഒന്നുമില്ല ഡോക്ടർ, സുഖമായിരിക്കും. രാവിലെ കുറച്ച് ബിസി ആയിരുന്നേ. ചീരകൃഷിയാണല്ലേ? ആ, കൃഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വാ, പിന്നെ പറ. വാ അശ്വതി, കയറി വാ. ഇരിക്കും അശ്വതി. അശ്വതി, കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ ഡോക്ടർ, എന്തെങ്കിലും മതി. എങ്കിൽ ചായ എടുക്കാം അശ്വതി. അശ്വതിക്ക് ഒത്തിരി മാറ്റമുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ, കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ പിന്നെ നമ്മുടെ കഥാനായകൻ എന്ത് ചെയ്യേ? രാവിലെ ജോലിക്ക് പോയി. തൻ്റെ സിസ്റ്ററോ? അവളെ ഞാൻ അന്നേ പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഇനി മേലിൽ ഇവിടെ കയറിയേക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ അശ്വതി, ചായ കുടിക്ക്. അശ്വതിക്കിപ്പം മനസ്സിലായില്ലേ പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടണമെന്ന്? നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായി ഡോക്ടർ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സന്തോഷം കെടുത്താൻ ആരെയും അനുവദിക്കരുത്. അത് നമ്മുടെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും. പരസ്പരം സ്നേഹിക്കുക, അത് മതി. നമ്മൾ പതുങ്ങിയാൽ നമ്മളുടെ മുകളിലേക്ക് ചാടി വീഴുന്ന ഇരുകാലി മൃഗങ്ങളാണ് നമുക്ക് ചുറ്റും. അതുകൊണ്ട് ആർക്കു മുൻപിലും വിധേയപ്പെടരുത്, ആരുടെ മുന്നിലും കരയരുത്. തെറ്റുകൾ ആർക്കും പറ്റും. അയാൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അശ്വതിക്ക് അയാളോട് ക്ഷമിക്കാം. എന്നിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം. പക്ഷേ ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. ഒരു നാരങ്ങ വെള്ളം. ഓ ഉപ്പും മധുരമൊക്കെ കൂട്ടിയിട്ടോ? ആയിക്കോട്ടെ. ഇന്നാ മോളെ. എന്താടോ? ഒന്നുമില്ല. എന്തുവാടോ? ഒന്നുമില്ല മകളെ.
Bright girl.